നമ്മുടെ കൊലയാളി അഫാൻ ജയിലിനുള്ളിൽ ഭയങ്കര കരച്ചിൽ. അല്ല അമ്മച്ചിയെ കാണണമെന്നുണ്ട്, ബാബുജിയെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുപ്പിയിൽ കുറച്ച് പാലങ്ങോട്ട് ഒഴിച്ച് നിബിളും കൂടെ വെച്ചങ്ങ് കൊടുക്കണം. അഫാൻ അവിടെ കിടന്നു അതും വായിൽ വെച്ചുകൊണ്ട് കിടക്കട്ടെ. കഷ്ടം തന്നെ. എന്തോ ഒരു കരച്ചിൽ. എൻ്റെ ഉമ്മച്ചിയെ കാണണേ, എനിക്ക് എൻ്റെ വാപ്പച്ചിയെ കാണണേ, എനിക്ക് അവരില്ലാതെ ജീവിക്കാൻ പറ്റൂല. ജയിലിൽ നിന്ന് ഇപ്പോൾ ഫുഡ് കൊടുത്താൽ അതൊന്നും കഴിക്കൂല. ജയിലിൽ നിന്ന് മറ്റേത് പറഞ്ഞ എന്തോന്നാണ്, ബെറോട്ട വേണം, ഇറച്ചി വേണം, മീൻകറി വേണം, 4 മണിക്ക് കട്ടൻ ചായ വേണം, ഇതെല്ലാം പറഞ്ഞു. ഇപ്പം ആശാനൊന്നും വേണ്ട, ഞാൻ കഴിക്കൂല, എനിക്ക് വേണ്ട, എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടണം, ഇല്ലെങ്കിൽ ഞാൻ മരിക്കും. എൻ്റെ പൊന്നോ, എടാ നിന്നെ പോലെ തടവ് പിടിച്ചവന്മാരാ സത്യം പറഞ്ഞ ഈ ലോകത്ത് കണ്ടിട്ടില്ല. ഇങ്ങനെ അടവാ. ഇപ്പം പറയണെന്തോന്നാണ്, എനിക്ക് വീട്ടിൽ പോകണം, എന്നെ ഒന്ന് ഇറക്കി വിടണം എന്നാണ്. പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അടുത്തൊക്കെ, അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ അടുത്തൊക്കെ ചോദിക്കണം എന്താണെന്നറിയാം, എനിക്ക് എന്ത് ശിക്ഷയാണ് കിട്ടണത്? പോലീസാങ്ങാണ്ട് പറഞ്ഞ് തൂക്കുകയർ കിട്ടുമെന്ന് ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു. തൂക്കുകയറൊന്നും കിട്ടൂല, കുറച്ച് നാളത്തെ ശിക്ഷ കിട്ടും, അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇറങ്ങാം. എന്നാൽ ഞാൻ നല്ലതായി, ഇപ്പം ഞാൻ നല്ലതായി, എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഞാൻ നല്ല കുട്ടിയാണ്. ഇത്രയും എണ്ണത്തിനെ തല്ലി കൊന്നിട്ട് എടാ നീ എന്തിനടാ നല്ലതാവണത്? നീ ഇനി നല്ലവനായിട്ട് ആർക്കടാ? നിൻ്റെ ഉമ്മാക്ക് ചിലപ്പം നിന്നെ കൊണ്ട് ഉപയോഗം വരുമായിരിക്കും. ഉപയോഗം എന്തോരം വന്നിട്ട് വീണ്ടും കൊല്ലും. ഇത്ര തന്നെ. ഇത്ര ദുഷ്ട മനസ്സുള്ള ഇനി വേറെ ആരെങ്കിലും നിനക്ക് മാപ്പ് തരുമോടാ? നീ 5 എണ്ണത്തിനെ കൊന്നതിൽ നിൻ്റെ അനിയനെ അത് നിൻ്റെ ഉമ്മാക്ക് പ്രശ്നമില്ല. അതുപോലെ നിൻ്റെ വാപ്പാര ഉമ്മ ആ വയസ്സായ, അവർക്ക് വേറെ എത്രയോ മക്കളുണ്ട്, അവർക്കൊന്നും വേദനിക്കൂലേടാ. പിന്നെ നിൻ്റെ വാപ്പാര ചേട്ടൻ്റെ വൈഫ്, അവരൊക്കെ പൈസ തന്നെ നിന്നെ സഹായിച്ചതല്ലേ. അപ്പോഴും നിനക്ക് നീ എന്തായിരുന്നു വിചാരിച്ച് പുള്ളരി കളിയാ? നീ എന്നൊരു എറുമ്പിനെ ഇങ്ങനെ കൊല്ലും കണക്കാണ്, നീ അങ്ങനെയാണെന്ന് വിചാരിച്ചാ? എടാ നിനക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ കിട്ടുകയും വേണം, നിന്നെ തൂക്കി കൊല്ലാൻ തന്നെ ഈ ജനങ്ങൾക്ക് ആഗ്രഹം. ഈ അഫാൻ്റെ കാര്യം പറയുമ്പോൾ ചിലരിങ്ങാട്ട് വരും, ഇല്ല അവരെയൊക്കെ എവനാണ് സംരക്ഷിച്ചതെന്നുള്ള രീതിക്ക് ഇങ്ങോട്ട് കുറേ കമൻറ്റുകളുമായിട്ട് വരും. നിനക്കൊന്നും ഒരു ഉളുപ്പുമില്ലേ ഇത്രയും എണ്ണത്തിനെ കൊന്നത്? നിനക്ക് നിൻ്റെയൊക്കെ വീട്ടിലുള്ളതിനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്താൽ നീയൊക്കെ സഹിക്കുമോ? കഷ്ടം. എന്നിട്ട് ആ ഒരു അന്യ പെൺകുട്ടിയെ വരെ അവൻ ക്രൂരമായിട്ട് കൊന്ന്. അതിൻ്റെ ഉമ്മാക്കും വാപ്പാക്കും നഷ്ടപ്പെട്ട്, സഹോദരനെ നഷ്ടപ്പെട്ട്, ആ ഒരു കുട്ടിയെ കൊണ്ട് എന്തെല്ലാം പ്രതീക്ഷകൾ കാണും. ഞാൻ പറയണേ യവനെ ഇറക്കല്ലേ, യവനെ തൂക്ക് കയറി എന്നെ മേടിച്ചു കൊടുക്കണം. ഈ ഫർസാനയുടെ വീട്ടുകാർ തന്നെ അതിന് ശ്രമിക്കണം. ഉമ്മച്ചിക്കാർ ഇത്രയൊക്കെ ആയിട്ട് ഉമ്മച്ചിക്കാർക്ക് വീട് തരാമെന്നുള്ളത് പറഞ്ഞിട്ട് പിന്നെ റഹീം പറയിപ്പിച്ചാണ് സത്യം പറഞ്ഞ. അതുവരെ ഉമ്മച്ചി കള്ളത്തരമെന്ന് പറഞ്ഞ ഉമ്മച്ചിക്ക് ഒരു ഓർമ്മയ്ക്ക് ഒരു കുറവുമില്ല. അയ്യോ, ഷെമിയെ സമ്മതിക്കണം. എൻ്റെ പൊന്ന് ഷെമി, നീ മനസ്സിലാക്കുക, നിൻ്റെ ഒരു കുട്ടി നഷ്ടപ്പെട്ട്, നിൻ്റെ ഭർത്താവിൻ്റെ ആൾക്കാർ മൊത്തവും പോയി, ഇനി വേറെയും ആളുകളെ കൊല്ലാനായിട്ടിരിക്കണം. വേറെ എവിടെയൊക്കെ കിടന്ന ആളുകൾ സഹായിച്ച ആളുകളെ കൊല്ലാതിരിക്കണം. ബാങ്കുകാർക്ക് കുറ്റമായി. ഈ യവൻ ഇനി പല അടവും കാണിക്കും. യവൻ അവിടെ കിടന്ന് കാണിച്ച് ഫുൾ അടവാണ്. യവൻ ആദ്യം ഫസ്റ്റ് തൊട്ട് യവന് ഇറങ്ങണമെന്നുള്ള ഒരു ചിന്തയാണ്. അതിന് വേണ്ടിയിട്ട് യവൻ ബോധക്കേട് വന്ന് യവൻ ഭ്രാന്തനായിട്ട് കൊണ്ടുവന്ന് നോക്കിയപ്പോൾ അവന് ഒരു കുരുവില്ല. പിന്നെ ബോധം കെട്ട് വീണ്. ഇവൻ എന്തെങ്കിലും അസുഖം കാണും. തെളിവെടുപ്പിന് കൊണ്ടുപോകാൻ നേരത്താണ് ബോധം കെട്ട് വീണത്. കൊച്ച് കള്ളയിടാ അഫാനേ, നീ ഈ കാണിക്കണ വേലകൾ സത്യം പറഞ്ഞ നീ ഈ കാണിക്കണ വേലകൾ ശരിയാണ് കേട്ടോ. നീ ഒരു എറുമ്പിനെ അല്ല നോവിച്ചിരിക്കണത്, 5 ജീവനുകളാണ്. അവരെത്രയോ നാൾ ജീവിക്കാനുള്ളതാണ്. നിൻ്റെ വീട്ടിൽ അവരൊന്നിനും വന്നില്ലല്ലോ. എന്തോന്നിനെങ്കിലും വന്നാ? അഫാനെ നീ 10 രൂപ എഞ്ഞെട് എന്ന് ചോദിച്ചു വന്നാ? നീയൊക്കെ അല്ലേ അങ്ങോട്ട് പോയി ഉമ്മായും മോനും കൂടെ മേടിച്ചിട്ട് ആ വീട്ടുകാരെയൊക്കെ പോയി തല്ലിക്കൊന്നത് നീയല്ലേ? എന്നിട്ട് വേറുള്ളിടത്ത് കൊല്ലായിരുന്ന നീയല്ലേ പറഞ്ഞത്? എനിക്ക് അബദ്ധം പറ്റി, ഇനിയുണ്ടായിരുന്നു
കൊല്ലായി. ഒരു ഉമ്മായെയും മോളെയും കൊല്ലണമായിരുന്നു, അവർ പൈസ തരാത്തോണ്ട്. പിന്നെ ഒരു മാമ, അത് ചാനലിലൊക്കെ വന്ന് ഇങ്ങനെ പറഞ്ഞ ഒരു മാമായെ കൊല്ലണമായിരുന്നു. ലിസ്റ്റിൽ ഇനിയും ഉണ്ടായിരുന്നു ഒരുപാട് പേര്, ഇനിയും ഉണ്ട്. ഷെമി മരിച്ചില്ലല്ലോ, അപ്പം ഇനി ഷെമിയുണ്ട്, പിന്നെ റഹീമുണ്ട്, അങ്ങനെയൊക്കെ ഒരുപാട് പേരുണ്ട്. നീ എന്തൊരു സുഖവാസത്തിന് വരാമെന്ന് വിചാരിച്ചാൽ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് നിനക്ക് ആഡംബരമായിട്ട് നടക്കാൻ? ശരിയാണ്, നീ വെളിയിൽ നീ എങ്ങും പോകൂല എന്ന് പറയുന്നു. പകലുള്ള നേരം എല്ലാം നീ മാന്യനാണ്, നീ വീട്ടിനകത്താണ്, ശരിയാണ്. നീ എന്നാൽ ഇത്രയും കുറ്റകൃത്യം ചെയ്യണമെങ്കിൽ നിൻ്റെ എത്ര ദിവസം കൊണ്ടുള്ള ഇതായിരിക്കും, അതൊക്കെ പോലീസ് കണ്ടെത്തട്ട്. ഇനിയിപ്പോൾ കോടതിയിൽ ഷെമി പറയും, മിക്കവാറും പറയും. ഞാൻ പറഞ്ഞ ഈ 24 വീട് വെച്ച് കൊടുക്കരുതെന്നാണ് പറഞ്ഞത്. എത്രയോ പാവങ്ങൾ കഷ്ടം വീടുമില്ലാതെ കിടക്കണം, വീടുമില്ലാതെ എത്രയോ പേര് ഫുഡില്ല, വീടില്ല, ഇങ്ങനെ കിടക്കണം. അവർക്കല്ലേ കൊടുക്കാനുള്ളത് ഈ വീട്? എവർക്കുണ്ടല്ലോ, ഇവർക്ക് ഒരു വലിയ വീടുണ്ട്, പിന്നെ അല്ലാതെ വേറൊരെണ്ണം വാപ്പുമാരെ വീട്ടിൽ ചേർന്ന് ഒരു വീടുണ്ട്, അവിടെയാണ് ഇപ്പം റഹീം. എന്നാലും എത്രയോ പാവങ്ങളുണ്ട്, അവർക്ക് കൊടുക്കാത്തത് വീട് വാടകയ്ക്ക് കിടക്കണത്. വാടക പോലും കൊടുക്കാൻ നിവർത്തിയില്ലാത്ത, കഷ്ടപ്പെട്ട് ഫുഡും ഇല്ല, സത്യം പറഞ്ഞാൽ ഒരു നേരത്തെ ഫുഡ് കഴിക്കാൻ പോലും ഇല്ലാത്ത എത്രയോ പേരുണ്ട്. അവർക്ക് വെച്ച് കൊടുക്കാനുള്ളതിന്, സഹായിക്കാനുള്ളതിന്. ഇതിപ്പോൾ ഈ വീട് വെച്ച് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞതിൻ്റെ പേരിലാണ് ഈ ഷെമി പറഞ്ഞത്. അതിൻ്റെയൊക്കെ സന്തോഷം കൊണ്ട് പറഞ്ഞ് പിന്നെ ഇനി അഫാനെ കൊണ്ടുവന്ന് അവിടെ താമസിപ്പിക്കണം, മോനെ ജയിലിൽ നിന്ന് ഇറക്കണം. ഒരു മോൻ നഷ്ടപ്പെട്ട്, എന്നാലും വേണ്ടൂല, ഒരു മോൻ പോയി, ഇനി അടുത്ത മോനെ കൊണ്ടുവന്ന് വാഴിക്കാനാണ്. എൻ്റെ പൊന്നു, ഇത് എത്ര എണ്ണത്തിനെയാണ് തല്ലിക്കൊന്നത്? മണിക്കൂറുകൾ, ഈ മണിക്കൂർ വെച്ചിട്ടാണ് ഇങ്ങനെ പോവും, കൊല്ലും. അത് എത്ര ക്രൂരമായിട്ടാണ് അടിച്ചു കൊന്നിരിക്കുന്നത്. എന്നിട്ട് ഇവന് ഒരു കൂസലുമില്ല. ഇപ്പം അവൻ ജയിലിൽ കിടന്നും കൊണ്ട് യവന് കരയണ, ഉമ്മച്ചിയെ, നിൻ്റെ ഉമ്മച്ചിയെ കാണണം, എൻ്റെ വാപ്പച്ചിയെ കാണണം. നീ കൊച്ചു പിള്ളല്ലേ, വാവാട്ടാൻ കൊള്ളാം. അയ്യോ, കൊച്ചു തറയെ വീഴും. മക്കളും ഇറങ്ങിക്കോ, വാവോ അപ്പ മോനും ഇറങ്ങിക്കോ. കൊട്ടൂടി അപ്പൻ എന്നാണ് പേര്. ചിറ്റിയല്ല അപ്പാനുണ്ട്, കൊട്ടൂടി അപ്പനുണ്ട്, എല്ലാ അപ്പനുണ്ട്. എന്തായാലും കൊള്ളാം, നല്ല പരിപാടി തന്നെ. ഇനിയിപ്പോൾ അത് പറയാൻ പോലീസ് വരെ ഈ പാങ്ങോട് സ്റ്റേഷനിലെ പോലീസ് അവിടെ തെളിവെടുപ്പിന് പാങ്ങോടല്ലല്ലോ, പാങ്ങോട് പോലീസിൽ തെളിവെടുപ്പിന് കൊണ്ടുപോകാൻ പോയിട്ട് അന്ന് വെളുപ്പാങ്കാലമായപ്പോൾ ഒരു 2-3 മണി ആയപ്പോൾ കാണാൻ യമൻ വടി ഇണക്ക് എഴീച്ച് നിൽക്കണ്. ഇവന് പിറ്റേന്ന് തെളിവെടുപ്പിന് കൊണ്ടുപോകണ രംഗങ്ങളെ ഓർമ്മിച്ചാൽ എന്തോ ഇങ്ങനെ വടി ഇണക്ക് നിന്ന്. പോലീസ് ഇങ്ങനെ അവരെത്രയെന്നും പറഞ്ഞ് അവനെ സൂക്ഷിക്കും. അവൻ പറയണ ആത്മഹത്യ ചെയ്യുമെന്ന്. പിന്നെ ആത്മഹത്യ ചെയ്യുന്നിട്ടാണ് ഇവൻ എലി വിഷം തിന്നത്. അവന് ആത്മഹത്യ ചെയ്യാൻ പേടിയുള്ളതുകൊണ്ടാണ് അവന് തൂക്കുകയറെന്ന് ജയിലിൽ പറഞ്ഞപ്പോഴത്തേക്ക് പറയണ അതൊന്നും ഇല്ല, എനിക്ക് ശിക്ഷയിൽ ഇളവൊക്കെ കിട്ടും, എനിക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞ് ഇപ്പം അവിടെ കിടന്ന് കാണിക്കണത്. ഇവന് മരിക്കാൻ പേടിയുള്ളതുകൊണ്ടാണെന്ന്. ആ പോലീസ് വരെ ഇവനിങ്ങനെ ദജ്ജാല് നിൽക്കും കണക്ക് ഇങ്ങനെ നിന്നപ്പോൾ ബോധം കെട്ട് വീണു. ഇപ്പം പറയണ എന്തോന്നാണ്, ബോധം കെട്ട് വീണിട്ട് എന്നിട്ട് പോലീസിനെ എടുത്ത് കൊണ്ടുപോയി, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നെ പേടിക്കൂലേ, ഇങ്ങനെ നിൽക്കണണ്ടാൽ തന്നെ നമുക്ക് പേടിയാവും. കഷ്ടം. ആ പാവപ്പെട്ട മനുഷ്യനായ വാപ്പ എന്ന് പറയുന്ന അയാൾ ഒരു പാവപ്പെട്ട മനുഷ്യൻ. അയാളെ കാരണം ആർക്കും ഒന്നും പറയാൻ തോന്നില്ല. പക്ഷേ ഉമ്മച്ചി ഉണ്ടല്ലോ, ഉമ്മച്ചി ഇതിനെല്ലാത്തിനും കൂട്ടു നിന്നെന്ന് വേണം പറയാൻ. ഉമ്മച്ചി ഇനി കോടതിയിൽ ഉമ്മച്ചി എന്തായാലും ഉമ്മച്ചി ഹാജരാക്കും. ഉമ്മച്ചിയുടെ ഇനി ഉമ്മായ തെളിവെടുപ്പൊക്കെ നടത്തും. ഇപ്പം പറഞ്ഞ മൊഴി ആയിരിക്കൂല ഉമ്മ ഇനി കൊടുക്കാൻ പോണം. ഉമ്മ ഇനി പറയും വീടൊക്കെ ആവേല്ലേ, അതുകൊണ്ട് എൻ്റെ അപ്പാമോനെ കൊണ്ടുവന്ന് താമസിപ്പിക്കണ്ടേ. അപ്പോഴെന്തോന്ന് ചെയ്യൂ, ഉമ്മ പറയും അത് ഞാൻ കട്ടിലിൽ നിന്ന് വീണതാണ്. അവർ മൊഴി മാറ്റി പറയൂലെന്ന് എന്താണ് ഉറപ്പ്? അവർ മാറ്റി പറയും. പിന്നെ ആ കേസിന് ഒരു തെളിവുമില്ല. ഈ പറഞ്ഞ കണക്ക് ഇവൻ നിന്ന് അടിക്കണ കണ്ടില്ലല്ലോ, ഇവൻ ഈ പറഞ്ഞതല്ലേ കാര്യങ്ങൾ. ഇവനിപ്പോൾ അടിക്കണ കണ്ടില്ല, ശരിയാണ്. CCTVയിൽ ആ പെങ്കൊച്ചിനെ കൊണ്ടുവരുന്ന രംഗങ്ങളെ ഉള്ളു. പക്ഷെ അവൻ ആ വീട്ടിനകത്ത് നിൽക്കുന്ന രംഗമില്ല, ഓരോരുത്തരെയും കൊന്നിട്ടേക്കുന്ന രംഗമേ ഉള്ളൂ. ശരിയാണ്, വാപ്പുമായ അടിക്കണ രംഗമില്ല. അവിടെ നിന്നിങ്ങനെ അവരെ വീട്ടിൽ നിന്ന് വരണ രംഗങ്ങൾ അതൊക്കെയാണ് തെളിവെടുപ്പ് നടത്തിയിരിക്കണം. പക്ഷേ ആ സംഭവ സമയത്ത് ഇങ്ങനെ നിന്ന് അടിക്കണത് ആരെങ്കിലും
അങ്ങനെ ഇപ്പം എടുക്കാൻ പറ്റൂല, വേറെ ആരും അവിടെ ഇല്ലാത്തത് കൊണ്ട്. ഇതിപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള തെളിവുകളല്ലേ. അവൻ ഇപ്പം സമ്മതിച്ചെങ്കിലും അവൻ ഇനിയിപ്പോൾ കോടതിയിൽ എന്താണ് പറയണത്. പിന്നെ അവൻ പ്രാന്തനെ പോലെ അഭിനയിച്ച് അവന് കൊണ്ടുപോയി പ്രാന്താശുപത്രിയിൽ നിന്ന് മഞ്ഞ കാർഡും കൂടെ കൊടുക്കും. മഞ്ഞ കാർഡും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അവൻ പ്രാന്തായി. അവൻ പറയണതൊന്നും ഇതല്ല, പ്രാന്തനല്ലേ, പെട്ടെന്നങ്ങ് ഇറക്കി വിടും. പ്രാന്തൊക്കെ അഭിനയിച്ച് കഴിഞ്ഞാൽ ഇപ്പം അതൊക്കെയാണ് അവരെയൊക്കെ വിജയങ്ങൾ. പ്രാന്തായിട്ട് അഭിനയിച്ച് കഴിഞ്ഞാലൊക്കെ ഇവർക്കൊക്കെ പെട്ടെന്ന് ഇറങ്ങാൻ പറ്റും. അവിടെ ഒരു കേസില്ല. പിന്നെ ഇവരെയൊക്കെ അഭിനയം അതാണ്. ഈ കഞ്ചാവും മയക്കുമരുന്നും അടിച്ചിട്ട് ഓരോന്നിനെ കുറ്റവും കൊല്ലുകയും ചെയ്യണവന്മാർ മൊത്തത്തിൽ ഭ്രാന്തായിട്ട് അഭിനയിച്ച് എല്ലാണോ ഇറങ്ങിയല്ലേന്ന്. അവിടെ ചെന്ന് കുറച്ച് ആൾ ഫുഡ് നിന്നിട്ട് ഇപ്പം അഫാൻ അവിടുത്തെ ഫുഡ് പോലും വേണ്ട. അഫാന് ഇനിയിപ്പോൾ ഇറങ്ങിയിട്ട് നല്ല നല്ല അടിപൊളി ഫുഡൊക്കെ ഇനിയിപ്പോൾ കിട്ടൂലേന്ന്. പുതിയ വീട്ടിലൊക്കെ താമസമൊക്കെ ആകുമ്പോഴത്തേക്ക് എൻ്റെ പൊന്നോ, എത്രയോ പാവങ്ങൾ കിടക്കണം, അവർക്കൊക്കെ വീട് വെച്ച് കൊടുക്കണം. ഇനിയിപ്പോൾ കുഞ്ഞാവെ കൊണ്ടുപോകണ എവിടെയാണ്? ഭ്രാന്താശുപത്രിയിൽ. മിക്കവാറും ഉളമ്പാറയായിരിക്കും. അവിടെ അടുത്തല്ലേ പൂജപ്പുര, ഉളമ്പാറ ആയിരിക്കും. അവിടെ ഇതുപോലെ കൊണ്ടുവന്നിട്ട് അവിടെ നിന്നൊരു മഞ്ഞ കാർഡും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അതും കൊണ്ടുവന്ന് കോടതിയിൽ വെച്ച്. എനിക്ക് തോന്നണില്ല ഒരു 40 അതിന് കൂടിപ്പോയ ഒരു 10-20 വർഷം ചിലപ്പോൾ ഇങ്ങനെ കിടത്തുമായിരിക്കും. അത് കഴിഞ്ഞിട്ട് അവൻ ഇറങ്ങുമ്പോഴത്തേക്കും ഉമ്മച്ചി ജീവിച്ചിരിക്കല്ലേ. അല്ല, ചേലാണ് ഷെമി, കിട്ടും ഷെമിയിലെ ഉള്ള ജീവനും കൂടെ പോവും, ഉള്ള ജീവനും കൂടെ അവ എടുക്കും. അതുപോലെ ആ പാവപ്പെട്ട മനുഷ്യനെ കഷ്ടം. ആ മനുഷ്യൻ്റെ കരച്ചിൽ കണ്ടാൽ തന്നെ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. വാപ്പാന്ന് പറയണ ആളിൻ്റെ എന്തേലും ചെയ്യാൻ പറ്റും. മക്കളിങ്ങനെ ആയിക്കഴിഞ്ഞാൽ കുഞ്ഞുനാളിലെയൊക്കെ നല്ലതുപോലെ വളർത്തും. പിന്നെ അത് കഴിഞ്ഞാൽ അവർ ഓരോരോ ഇതിലോട്ടങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. എന്നാലും വേണ്ടൂല, നീ വേറെ വല്ല പ്രവൃത്തിയായിരുന്നാലും വേണ്ടൂലല്ല. ഈ മനുഷ്യന്മാരെയൊക്കെ തല്ലിക്കൊല്ലണ പൈസ കൊടുത്തില്ലെന്നും പറഞ്ഞ് കൊല്ലണത് അത് കൊള്ളാമല്ല. എന്തായാലും ഇപ്പം പൈസ കൊടുത്തവർക്കായി മൊത്തവും കുറ്റം. അവരെ പണം മൊത്തവും തീരുകയും ചെയ്ത് ഇപ്പോൾ കൊടുത്തവരാണ് കുറ്റക്കാരിയായിട്ട് ഉമ്മച്ചി അവിടെ പ്രഖ്യാപിക്കണം. നല്ല ഉമ്മച്ചി എന്നെന്തരായാലും ഇങ്ങനെ ഉള്ളതിനെയൊക്കെ പിടിച്ച് വയ്യാത്തതൊന്നും നോക്കല്ലോ, പിടിച്ച് ജയിലിൽ കൊണ്ടിടുക തന്നെ ചെയ്യണം. അവരെയൊക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകണമെന്നാണ് പറയാനുള്ളത്. ഉമ്മച്ചീരെ ഒരുപാട് കാര്യം ഇനി വരാനുണ്ട്. ഇതിൻ്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടാ? ഇതിൻ്റെ നീക്കങ്ങൾ എങ്ങോട്ടാണ്, എങ്ങനെയാണ്? മിക്കവാറും അഫാനും ഉമ്മായും കൂടെ ഇരുന്ന് തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ എണ്ണത്തിനെയും അങ്ങ് തട്ടിക്കളെ എന്ന് ഉമ്മച്ചി പറഞ്ഞാണ്. എല്ലാത്തിനെയും അങ്ങ് തട്ടിക്കളെ, പറയാതെ അവൻ ചെയ്യൊന്നുമില്ല. അപ്പോഴിനി അവർ പൈസ ചോദിക്കൂലല്ല. അമ്മക്ക് 2 പേർ കൂടെ ജീവിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലേ പിന്നെ ആ ഉമ്മ മരിക്കാത്തത്? ആ ഉമ്മായമ്മ അങ്ങനെ അതിനു വേണ്ടിയൊന്നും ചെയ്തില്ല, അടിച്ചെന്നുള്ള ഒരിതേ ഉള്ളൂ. പിന്നെ ചിറ്റിയല്ലിനെയൊക്കെ മാറിയും തിരിഞ്ഞൊക്കെ അടിച്ചാൽ തീരും, അപ്പോഴേ തീരും. ഇതിപ്പോൾ അത് തന്നെ അവിടെ നടന്നത്. ഉമ്മച്ചി ഇതിൻ്റെ പിന്നിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ളവരെയും കൂടെ കൊല്ലാൻ പറഞ്ഞു. ആ പാവങ്ങൾ അവിടെ നിന്നൊക്കെ പൈസ കൊടുത്ത് പിന്നെ ചെന്ന് ചോദിച്ചപ്പോൾ കൊടുക്കാത്തതിന് അവരെയും കൂടെ കൊല്ലണോ? എത്ര വിവരമുള്ള, എത്ര ക്രിമിനൽ മൈൻഡുള്ള ഇവനാണ് ആ സ്റ്റേഷനിൽ പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് പറഞ്ഞത്. ഇനി എനിക്ക് 2-3 പേരെ തീർക്കാനുണ്ടായിരുന്നെന്ന്. ഇവൻ 23 വയസ്സിൽ അവൻ്റെ ഇത്രയും മൈൻഡ് ഇങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ഇതൊരു വല്ലാത്തൊരു എങ്ങും കേൾക്കാത്തതെന്ന് പറയാൻ പറ്റൂല. ഇപ്പം അത്ര രീതി തന്നെയല്ലോ നടക്കണത്. ഒന്ന് മിണ്ടിപ്പോയാൽ അപ്പോഴും കൊല്ലും. പൈസ ഒന്ന് കടം കൊടുത്തു പോയാൽ അപ്പോഴും കൊല്ലേനെ. കടം കൊടുത്തിട്ട് തിരിച്ച് ചോദിക്കുമെങ്കിൽ അപ്പോഴേ തട്ടും. ഒന്നി കഴുത്ത്, അല്ലെങ്കിൽ ചിറ്റിയല്ല്, അല്ലെങ്കിൽ കല്ല്. കണ്ടില്ലേ അവിടെ എവിടെയും കിടന്ന് കാണിക്കുന്നത്. യവന്മാരെയൊക്കെ ഇങ്ങനെയൊന്നും അല്ല പറയാനുള്ള. ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് വരണവന്മാരെയാണ് അടിക്കാനുള്ള. ഇത്രയും എണ്ണത്തിനെ ക്രൂരമായിട്ട് കൊന്നിട്ട് ഓരോ കമൻറ്റ് ഇടുന്നതാണ് ഈ മീഡിയക്കാരൊക്കെ സപ്പോർട്ട് പോലെയാണ് പറയണത്. അയ്യോ, അഫാൻ ജയിലിനുള്ളിൽ കരയുന്നു, അഫാൻ ജയിലിനുള്ളിൽ ഉമ്മച്ചിയെ കാണണം, വാപിച്ച് പിന്നെ ഉമ്മച്ചിയെ കാണുമ്പോൾ ഒരു കുഞ്ഞാവല്ലേ, വാവാവോ ഇടിച്ചവൻ്റെ പരിപ്പിളക്കണം, വയറിന് നോക്കി ഇടിക്കണം. യവൻ ഓരോന്നിനെയും ആ പെൺകുട്ടിയെ വെറുതെ വിടാത്ത എന്തായിരുന്നു? എത്ര എണ്ണത്തിന് യവൻ തല്ലി തകർത്ത്. ഞാൻ പറയണ ഈ ഫർസാനയുടെ വീട്ടുകാർ പിന്നെ നല്ല രീതിക്ക് തന്നെ കേസ് തൂക്ക് കയറി എന്നെ ഇവർ കൊടുക്കണം. ഈ ഫർസാനയുടെ വീട്ടുകാർ കൊടുക്കണം ഇവന് തൂക്ക് കയറി. ഒരു പാവങ്ങളും ഒരു മീഡിയയുടെ മുന്നിൽ പോലും വരുന്നില്ല എന്നുള്ളതാണ് കഷ്ടം.
ഞാൻ അപ്പാനെ നിന്നെ വെളിയിൽ കാണാത്ത വിധം ആക്കണം. നീ വെളി ദേശം കാണരുത്. നീ 5-6 കിടന്ന് നീ നരഹിക്കണം. അതിനകത്ത് കിടന്ന് നീ വെള്ളം വലിക്കണോടാ നീ.